What is politics? The term polity, politics, and political are derived from the Greek word polis, which stood for ancient Greek city-states. എന്താണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ? അതാണ് നമുക്കിവിടെ നോക്കേണ്ട വിഷയം. ആദ്യം ഈ പദം എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നാണ് പറയേണ്ടത്. ഈ പദം ഉത്ഭവിച്ചത് ഗ്രീക്ക് വേർഡായ പോളിസ് നിന്നാണ്. പോളിസ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് നഗര രാഷ്ട്രങ്ങളെന്നാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ പര്യാപ്തമായ രീതിയിൽ ചെറുതായിരുന്ന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ പദം രൂപം കൊണ്ടത്. പൊളിറ്റിക്സിന്റെ അർത്ഥം നഗരരാഷ്ട്രം എന്നാണ്. നമുക്കിവിടെ നോക്കേണ്ടത് എന്താണ് പൊളിറ്റിക്സ് എന്നാണ്. പലപ്പോഴും പൊളിറ്റിക്സിനെ പല ആളുകളും സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് എന്ന് പറയാറുണ്ട്. എന്നാൽ അതല്ല പൊളിറ്റിക്സ്. വാട്ട് ഈസ് ആക്ച്വൽ പൊളിറ്റിക്സ്? പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. അപ്പോൾ എന്താണ് പൊളിറ്റിക്സ് എന്ന് നമുക്ക് നോക്കാം. ഹ്യൂമൻ ബീയിങ്സ് ലീവ്സ് ഇൻ ഗ്രൂപ്പ്സ്. നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ നമ്മളെല്ലാവരും മനുഷ്യഗണത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ മനുഷ്യരെല്ലാവരും തന്നെ കൂട്ടമായി ജീവിക്കുന്ന ആളുകളാണ്, സമൂഹമായി ജീവിക്കുന്ന ആളുകളാണ്. ഹ്യൂമൻ സൊസൈറ്റീസ് are affected by the culture of the people and they always wish to progress towards a higher level of development. അപ്പോൾ മനുഷ്യർക്കെല്ലാവർക്കും തന്നെ കൂടുതൽ വികസിക്കണം, കൂടുതൽ നന്നാവണം, കൂടുതൽ മെച്ചപ്പെടണമെന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിൽ അന്തർലീനമായ ഒരു സ്വഭാവമാണ്. നമുക്കെല്ലാവർക്കും മെച്ചപ്പെടണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ 1-ാം ക്ലാസ് കഴിഞ്ഞ് 2-ാം ക്ലാസ്സിലേക്കും പിന്നെ UP സ്കൂളിലേക്കും ഹൈസ്കൂളിലേക്കും അത് കഴിഞ്ഞ് കോളേജിലേക്കും വരുന്നത്. അല്ലെങ്കിൽ ഒരു ദിവസം ജീവിക്കാൻ ആവശ്യമായ പൈസ സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് സമ്പാദിക്കണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വളരണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ മനുഷ്യന്റെ ഹ്യൂമൻ സൊസൈറ്റീസ് ആർ അഫക്റ്റഡ് ബൈ ദി കൾച്ചർ ഓഫ് ദ പീപ്പിൾ. അപ്പോൾ മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കണം, മെച്ചപ്പെടണമെന്നുള്ള സംസ്കാരത്തിന് വിധേയമാണ്. ആ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? ആ കൾച്ചർ എന്ന് പറയുന്നത് ടുവാർഡ്സ് എ ഹയർ ലെവൽ ഓഫ് ഡെവലപ്മെന്റിലേക്കുള്ള വിഷാണ്. എപ്പോഴും നന്നായി വളർന്നുകൊണ്ടിരിക്കണമെന്നുള്ള ആഗ്രഹമാണ് അതിനകത്തുള്ളത്. Human beings are never satisfied with having just enough to live. They have always sought to produce more and have some surplus at hand. അപ്പോൾ നമുക്ക് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് മനുഷ്യന്റെ പൊതു സ്വഭാവത്തിൽപ്പെടുന്നതല്ല. ചില ആളുകളൊക്കെ അങ്ങനെയുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവരെ നമ്മൾ സന്യാസിമാരെന്നോ ഒലികളെന്നോ അല്ലെങ്കിൽ വലിയകളെന്നോ ഒക്കെ വിളിക്കേണ്ടി വരും. ഹ്യൂമൻ ബീയിങ്സ് ആർ നെവർ സാറ്റിസ്ഫൈഡ് വിത്ത് ഹാവിങ് ജസ്റ്റ് എനഫ് ടു ലീവ്. അവർക്ക് കിട്ടിയത് കൊണ്ട് ജീവിക്കുക, അവരൊരിക്കലും അതിൽ തൃപ്തരല്ല. കിട്ടിയത് കൊണ്ട് ജീവിക്കുക എന്നുള്ളത് മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. ദേ ഹാവ് ആൾവേസ് സോട്ട് ടു പ്രൊഡ്യൂസ് മോർ ആൻഡ് ഹാവ് സം സർപ്ലസ് അറ്റ് ഹാൻഡ്. എപ്പോഴും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാനും അതുപോലെ തന്നെ മിച്ചം പിടിക്കുവാനും മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തുടങ്ങിയിരിക്കുന്നത്. മിച്ചം വരുന്നത് സൂക്ഷിക്കാൻ ഒരു ഇടം വേണം. അല്ലെങ്കിൽ മിച്ചം നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് അതുകൊണ്ടാവാം. They have found in the process of their historical evolution that the secret lies in cooperative organization of productive activities. അപ്പോ മിച്ചം വയ്ക്കുന്നതിന് വേണ്ടി മനുഷ്യൻ കൂടുതൽ സമ്പാദിക്കുന്നു എന്നുള്ളത് അവന്റെ സ്വഭാവമാണ്. കൂടുതൽ അധ്വാനിക്കുന്നു. They have found in the process of their historical evolution that the secret lies in cooperative organization of productive activities. അപ്പോൾ ഉൽപാദന പ്രക്രിയ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് പരസ്പരം സഹകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് മനുഷ്യൻ
അവന്റെ ചരിത്രത്തിലെ വിവിധ ഘട്ടങ്ങളിൽ നിന്ന്, വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് മനുഷ്യൻ ചരിത്രത്തിൽ നിന്ന്, അവന്റെ വളർച്ചയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നു. മനുഷ്യന്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹണ്ടർ ഗ്യാദറേഴ്സ് ടു ദി പാസ്റ്ററൽ സ്റ്റേജ് ആൻഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റീസ്, ദ വാല്യൂ ഓഫ് ഫോമിംഗ് കോപ്പറേറ്റീവ് ഗ്രൂപ്പ്സ് ഹാസ് ആൾവേസ് ബീൻ റിയലൈസ്ഡ്. അപ്പോൾ മനുഷ്യൻ പണ്ട് വേട്ടയാടി നടന്നിരുന്ന കാലം മുതൽ, ഗ്രാമീണമായി ജീവിക്കാൻ തുടങ്ങിയത് മുതൽ, അവൻ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്ന സമയം തന്നെ, അന്നു മുതൽക്കേ തന്നെ പരസ്പരം സഹകരിച്ച് കോപ്പറേറ്റീവ് ഗ്രൂപ്പ്സ് ആയിട്ട്, സഹകരണ സംഘങ്ങളെന്നാണല്ലോ നമ്മൾ കോപ്പറേറ്റീവ് ഗ്രൂപ്പ്സിനെ പറയുക. അപ്പൊ സഹകരണം പരസ്പരം അടിസ്ഥാനപ്പെടുത്തിയ കൂട്ടങ്ങളായി ജീവിക്കാൻ മനുഷ്യൻ അന്നു മുതലേ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ചാൽ മനുഷ്യകുലത്തിന് വലിയ പുരോഗതി ഉണ്ടാകും എന്നുള്ള കാര്യവും അവന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ നിന്ന് അവൻ മനസ്സിലാക്കിയെടുത്തു. മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആൾസോ റിയലൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേഷൻ ആൻഡ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. പുതിയ ആധുനിക കാലഘട്ടത്തിലെ വ്യാവസായിക സമൂഹത്തിനെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവാം, മനുഷ്യന്റെ പരസ്പര സഹകരണത്തിലൂടെ അവന് കൂടുതൽ വളർച്ച കൈവരിക്കാൻ കഴിയും എന്നവൻ മനസ്സിലാക്കി. അപ്പോൾ കോപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ട, പരസ്പര സഹകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് എന്ന് ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ, മനുഷ്യന്റെ വിവിധ ദശകങ്ങളിലൂടെ അവന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. വൺസ് ദ സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഓർഗനൈസ്ഡ്, there comes the inevitable question of sharing the produce. അപ്പോൾ once the system of production is organized, ഉൽപാദന പ്രക്രിയ ക്രമവൽക്കരിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ കൂട്ടമായി ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ, ചിട്ടപ്പെടുത്തിയപ്പോൾ, there comes the inevitable question of sharing the produce. ഉൽപാദനത്തിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നം പങ്കുവെക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യം അവിടെ ഉയർന്നു വന്നു. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു കോപ്പറേഷനാണ്. കോപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഓർഗനൈസ്ഡ് പ്രൊഡക്ഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ ഓർഗനൈസ്ഡ്, വൺസ് ദ സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഓർഗനൈസ്ഡ്, ദെയർ കംസ് ദ ഇനവിറ്റബിൾ ക്വസ്റ്റ്യൻ ഓഫ് ഷെയറിംഗ് ദ പ്രൊഡ്യൂസ്. ഉൽപ്പന്നങ്ങളെ പങ്കുവയ്ക്കുന്ന ചോദ്യം അവിടെ ഉയർന്നു വരികയാണ്. ദെയർ ആർ സം ഹൂ ഗെറ്റ് എ ലാർജർ ഷെയർ ആൻഡ് ദസ് അക്വയർ പ്രോപ്പർട്ടി. ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ചില ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ കൂടുതൽ കിട്ടി, അതുകൊണ്ട് തന്നെ അവർ സമ്പന്നരായി, അല്ലെങ്കിൽ വസ്തുവകകൾ ഉള്ള ആളുകളായി മാറി, പ്രോപ്പർട്ടിയുള്ള, സാമ്പത്തികമുള്ള ആളുകളായി മാറി. അതിന്റെ ഭാഗമായി ചില ചോദ്യങ്ങളും ഉയർന്നു. ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻസ് ഓഫ് ഇക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ് ആർ റേസ്ഡ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. ഈ സമയത്ത് സമൂഹത്തിൽ തുല്യതയെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള പല ചോദ്യങ്ങളും ഉയർന്നു വന്നു. അതിന്റെ ഭാഗമായി കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഒപ്പീനിയൻസ് കം ടു ദി സർഫേസ് ആൻഡ് എഫക്ട് ദി ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ്. ഇതിന്റെ ഭാഗമായി സമൂഹത്തിൽ ഭിന്നത ഉടലെടുക്കാൻ വേണ്ടി തുടങ്ങി. കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഒപ്പീനിയൻസ് കെയിം ടു ദി സർഫസ് ആൻഡ് എഫക്ട് ദി ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ. അപ്പൊ ഈ സംഘടിത രൂപത്തിൽ മനുഷ്യന്റെ സംഘടിത ശക്തിയിൽ ഭിന്നത ഉടലെടുക്കുകയും അത് മനുഷ്യന്റെ സംഘടിത നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നതായി ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതം തുടങ്ങിയിടത്തു നിന്ന് ഇതുവരെ എത്തിയ കാലഘട്ടം പരിശോധിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കോൺഫ്ലിക്റ്റ് among ഹ്യൂമൻ ഗ്രൂപ്പ് ഈസ് വെരി കോംപ്ലക്സ്. അപ്പോൾ മനുഷ്യർക്കിടയിലുള്ള ഭിന്നത അല്ലെങ്കിൽ പരസ്പരം ചേരാതിരിക്കൽ, പ്രശ്നങ്ങളുണ്ടാകൽ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു സംഗതിയാണ്, പ്രശ്നമാണ്. ഏജൻസീസ് യൂസിംഗ് ഫോഴ്സ് ആൻഡ് കൊയേഷൻ ദാറ്റ് കം ഇൻ ടു ഓപ്പറേഷൻ അറ്റ് ദ ടൈം ഓഫ് ബ്രിങ്ങിങ് പീപ്പിൾ ടുഗദർ ഫോർ ജോയിന്റ് ആക്ടിവിറ്റീസ്. അപ്പൊ എങ്ങനെ ഈ കോൺഫ്ലിക്റ്റുകൾ പരിഹരിക്കാം? കോൺഫ്ലിക്റ്റുകൾ പരിഹരിക്കുന്നതിനുള്ള ഏജൻസീസ് ഉണ്ട്. കോൺഫ്ലിക്റ്റുകൾ പരിഹരിക്കുന്ന ഏജൻസീസ് ആരൊക്കെയാണ്? ചിലപ്പോൾ കുടുംബമാവാം,
ചിലപ്പോൾ സ്കൂളുകളിലെ അധ്യാപകരാവാം, ചിലപ്പോൾ അതിനപ്പുറത്തേക്ക് സമൂഹത്തിൽ പ്രബലരായ രാഷ്ട്രീയക്കാരാകാം, അല്ലെങ്കിൽ സാമൂഹ്യ നേതാക്കളാകാം. ഇവർക്കൊന്നും കഴിഞ്ഞില്ലെങ്കിൽ അവിടേക്ക് പോലീസ് ഇടപെടും. പോലീസിനും കഴിഞ്ഞില്ലെങ്കിൽ പോലീസിനപ്പുറത്തേക്ക് കോടതി ഇടപെടും. അപ്പൊ അങ്ങനെ ഇവരെല്ലാം ഇത്തരത്തിലുള്ള ഏജൻസിയാണ്. കോൺഫ്ലിക്റ്റ് among ഹ്യൂമൻ ഗ്രൂപ്പ് ഈസ് മോർ കോംപ്ലക്സ്. ഏജൻസീസ് യൂസിങ് ഫോഴ്സ് ആൻഡ് കൊയേഷൻ ദാറ്റ് കം ഇൻ ടു ഓപ്പറേഷൻ അറ്റ് ദ ടൈം ഓഫ് ബ്രിങ്ങിങ് പീപ്പിൾ ടുഗദർ ഫോർ ജോയിന്റ് ആക്ടിവിറ്റീസ്. അപ്പം മനുഷ്യർ പൊതുവിൽ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കഴിവുള്ള ഏജൻസീസ് അവിടെ കടന്നു വരുന്നു എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത. മനുഷ്യന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം മനസ്സിലാക്കിയത് എന്താണ്? ദീസ് ഫോം ദ കോർ ഓഫ് പ്രോസസ് ദാറ്റ് ഈസ് കാൾഡ് പൊളിറ്റിക്സ്. ദീസ് ഫോം ദ കോർ ഓഫ് പ്രോസസ് ദാറ്റ് ഈസ് കാൾഡ് പൊളിറ്റിക്സ്. ഇപ്പൊ ചരിത്രം പരിശോധിച്ച് നോക്കിയപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അവന് കൂട്ടായി ജീവിക്കുക, ഗ്രൂപ്പായി ജീവിക്കുക എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ അവന് വളർച്ചയെ അവൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്, ഡെവലപ്മെന്റിനെ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റിന് ഓർഗനൈസ്ഡ് ആയി വർക്ക് ചെയ്താൽ അപ്പോഴാണ് ഡെവലപ്മെന്റ് ഉണ്ടാകുമെന്ന് അവൻ ചരിത്രത്തിൽ നിന്നും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നിന്നും മനസ്സിലാക്കി. അങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടായപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസ് ഉണ്ടായി, ഫലം ഉണ്ടായി. ഈ ഫലം കൈവശം വയ്ക്കുന്നതിൽ ചില ആളുകൾക്ക് കൂടുതൽ കിട്ടി, ചില ആളുകൾക്ക് കുറച്ച് കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇക്വാളിറ്റി, ജസ്റ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങൾ എറൈസ് ചെയ്തു. ഇതിന്റെ ഭാഗമായി കോൺഫ്ലിക്റ്റുകളും എറൈസ് ചെയ്തു. അപ്പൊ എന്തൊക്കെ പ്രോസസ്സുകളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്? മനുഷ്യ ജീവിതത്തിന്റെ പ്രക്രിയയിൽ അവൻ ഗ്രൂപ്പായി ജീവിക്കുന്നു, അവൻ ഓർഗനൈസ്ഡ് ആയി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഓർഗനൈസ്ഡ് ആയി അവൻ അധ്വാനിച്ചപ്പോൾ അവിടെ സർപ്ലസ് ഉണ്ടായി, പ്രൊഡ്യൂസ് ഉണ്ടായി. ഈ പ്രൊഡ്യൂസ് ഷെയർ ചെയ്യുന്ന കാര്യം ഉണ്ടായി. ഷെയറിങ്ങിൽ ഇനിക്വാളിറ്റി കടന്നു വന്നു, അല്ലെങ്കിൽ തുല്യതയില്ലായ്മ കടന്നു വന്നു. അതുകൊണ്ട് തന്നെ അവിടെ നീതിയുടെ പ്രശ്നമുണ്ടായി. നീതിയുടെ പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ കോൺഫ്ലിക്റ്റ് എറൈസ് ചെയ്തു, ഭിന്നതയുണ്ടായി. അപ്പോൾ മനുഷ്യന്റെ ഒരുമിച്ച് കോപ്പറേഷൻ, പരസ്പര സഹകരണ പ്രവർത്തനങ്ങളിലും അവന്റെ ഭിന്നതയെയും പരിഹരിക്കുന്നതിന് സാധ്യമായ ഏജൻസികളുണ്ടായി. ഇതൊരു പ്രോസസ്സാണ്, ഇതിനൊരു പ്രക്രിയ എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ ഈ പ്രക്രിയയെ ദീസ് ഫോം ദ കോർ ഓഫ് ദ പ്രോസസ് ദാറ്റ് ഈസ് കാൾഡ് പൊളിറ്റിക്സ്. അപ്പൊ ഈ പ്രക്രിയയാണ് നമുക്ക് പൊളിറ്റിക്സ് എന്ന് പറയാൻ വേണ്ടി കഴിയുക. അപ്പൊ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമുക്ക് ചില പുസ്തകങ്ങളിലൊക്കെ നോക്കുമ്പോൾ കാണും പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈസ് ദി സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈസ് ദ പ്രോസസ് ഓഫ് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. പൊളിറ്റിക്സ് ഈസ് ദി പ്രോസസ് ഓഫ് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. സോ നമുക്കിങ്ങനെ പറയാം, കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ആർ ദ ടു സൈഡ്സ് ഓഫ് പൊളിറ്റിക്സ് that are inevitable in human societies. മനുഷ്യ സമൂഹത്തിൽ അനിവാര്യമായ പരസ്പര സഹകരണവും ഭിന്നതയും, പരസ്പര സഹകരണത്തിനെയും ഭിന്നതയെയും സംബന്ധിച്ച പ്രക്രിയയെ സൂചിപ്പിക്കുന്ന പദമാണ് പൊളിറ്റിക്സ്, അല്ലെങ്കിൽ അതിനെ മലയാളത്തിൽ പറഞ്ഞ രാഷ്ട്രീയം എന്ന് പറയാൻ കഴിയുമായിരിക്കും. അപ്പൊ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നതിന് മാത്രമല്ല, മനുഷ്യന്റെ വളർച്ചയിൽ അവൻ ഐക്യപ്പെട്ട് ഗ്രൂപ്പുകളായി ജീവിച്ച് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഭിന്നതകളെയും, അപ്പൊ മനുഷ്യന്റെ കോഓപ്പറേഷനെയും കോൺഫ്ലിക്റ്റിനെയും സൂചിപ്പിക്കാനാണ് പൊളിറ്റിക്സ് എന്ന പറഞ്ഞ പദം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ജോയിന്റ് ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആർ സീൻ ഫ്രം എവിടെ നിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും? ഫാമിലി, ക്ലബ്സ്, ട്രേഡ് യൂണിയൻസ്, ഇൻഡസ്ട്രീസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഈവൻ ഫ്രം സ്റ്റേറ്റ്സ്. അപ്പോൾ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലങ്ങളാണ് ഞാൻ ഈ സൂചിപ്പിച്ചതെല്ലാം. കുടുംബമായാലും ക്ലബ്ബുകളായാലും ട്രേഡ് യൂണിയൻസ് ആയാലും ഇൻഡസ്ട്രീസ് ആയാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രമായാലും ഇവിടെയെല്ലാം മനുഷ്യരുടെ പൊതു യോജിച്ച പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അവന്റെ ഭിന്നതകളും മറനീക്കി പുറത്തു വരുന്ന സ്ഥലങ്ങളാണ്. While all such activities are
എക്സാമ്പിൾസ് ഓഫ് കോപ്പറേഷൻ ദേ ആൾസോ ഹാവ് കോൺഫ്ലിക്ട്സ്. ഇപ്പൊ ഇവിടെ എല്ലാം മനുഷ്യൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ മനുഷ്യൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആര് കടന്നു വരും? കോൺഫ്ലിക്റ്റ് കടന്നു വരും, ഭിന്നത കടന്നു വരും. സാധാരണ മതവിശ്വാസികളെല്ലാം പറയുന്നത് പോലെ ദൈവം ഉള്ള സ്ഥലത്ത് അവിടെ ആരും കടന്നു വരും? പിശാച് അല്ലെങ്കിൽ സാത്താനും ഷെയ്ത്താനും കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കോപ്പറേഷൻ ഉള്ള സ്ഥലങ്ങളിലെല്ലാം all such activities are examples of cooperation. They also have conflicts. അവിടെയെല്ലാം ഭിന്നതയും കടന്നു വരാൻ സാധ്യതയുണ്ട്. There are conflicts between individuals within cooperative groups as well as conflicts between different groups. അപ്പോൾ ഒരു കുടുംബത്തിൽ മാത്രമല്ല ഭിന്നതയുണ്ടാവുക, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലും ഒരു കുടുംബം മറ്റൊരു കുടുംബവുമായി പലപ്പോഴും ഭിന്നതയിലായിരിക്കും. അല്ലെങ്കിൽ ഒരു സമൂഹം മറ്റൊരു സമൂഹവുമായി ഭിന്നതയിലാവാം, ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായും ഭിന്നതയിലാവാനുള്ള സാധ്യതയുണ്ട്. There are conflicts between individuals within cooperative groups as well as conflicts between different groups. The extent and nature of cooperation as well as that of conflict differs from one level of human groupings to other. അപ്പോൾ മനുഷ്യന്റെ പരസ്പര സഹകരണവും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ഭിന്നതകളും ഓരോ സമൂഹത്തിനനുസരിച്ച് അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ രൂപവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്ട്സ് ആർ ടു അപ്പാരന്റ്ലി ഓപ്പോസിറ്റ് ഫോഴ്സസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രോസസ് ഓഫ് പൊളിറ്റിക്സ്. അപ്പോൾ കോപ്പറേഷനും കോൺഫ്ലിക്റ്റുമാണ് പൊളിറ്റിക്സ്, രാഷ്ട്രീയം എന്ന് പറയുന്ന പ്രക്രിയയുടെ വളരെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അതൊരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. കോൺഫ്ലിക്ട്സ് ഇൻ സൊസൈറ്റി ആർ കൺസേൺഡ് വിത്ത് പവർ വിച്ച് കൺഫേഴ്സ് പ്രിവിലേജ്, ഓണേഴ്സ്, പ്രസ്റ്റീജ്, ബെനിഫിറ്റ്സ് ആൻഡ് പ്ലഷർ. ഇപ്പൊ സമൂഹത്തിലെ ഭിന്നത എന്ന് പറയുന്നത് പലപ്പോഴും അധികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അധികാരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമുക്ക് ചില പ്രിവിലേജുകൾ, പദവികൾ നൽകുന്നു, ഓണേഴ്സ് നൽകുന്നു, പ്രസ്റ്റീജ് നൽകുന്നു, ചില ഗുണങ്ങൾ, സന്തോഷങ്ങൾ, ബെനിഫിറ്റ്സ്, പ്ലഷർ, ഇതെല്ലാം അധികാരം നമുക്ക് നൽകും. അധികാരം എന്നാൽ എന്തെന്ന് നമുക്ക് പിന്നീട് പഠിക്കാവുന്നതാണ്. ദി അതർ പെർസ്യൂസീവ് അനാലിസിസ് ഓഫ് കോൺഫ്ലിക്ട്സ് ആർ ദോസ് ദാറ്റ് റെഫർ ടു സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്. അപ്പോൾ കോപ്പറേഷൻ നിലനിൽക്കുന്ന എല്ലാ സ്ഥലത്തും എന്തുവരും? കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അധികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി മറ്റു ചില സാമൂഹിക സാമ്പത്തിക താല്പര്യങ്ങളും ഒരു സ്ഥലത്ത് ഭിന്നതയുണ്ടാകുന്നതിന് കാരണമാകാറുണ്ട്. So there is a chronic shortage of resources of all kinds. എല്ലാ വിഭവങ്ങളെ സംബന്ധിച്ചും ചില വിഭവങ്ങൾ അബണ്ടന്റ് ആയിട്ടുണ്ട്, വെള്ളം അബണ്ടന്റ് ആയിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ വെള്ളം ഇല്ലാത്ത സ്ഥലമുണ്ട്. ഓക്കെ, എല്ലാ വിഭവങ്ങളെ സംബന്ധിച്ചും അതിനൊരു സാമ്പത്തിക പ്രശ്നമുണ്ട്. There is a chronic shortage of resources of all kinds. ചില സ്ഥലങ്ങളിലെല്ലാം വിഭവങ്ങൾ ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. അങ്ങനെ വിഭവങ്ങൾ ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ അവിടെ ഉണ്ടാകാവുന്ന പുതിയ പ്രക്രിയ എന്താണ്? കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്ട്സ് ആർ ഫോർ അക്വയറിംഗ് സ്കേഴ്സ് റിസോഴ്സസ്. അവിടെ മത്സരം ഉണ്ടാവും. എന്താണ്? കോമ്പറ്റീഷൻ ഉണ്ടാവും. കോമ്പറ്റീഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ റിസോഴ്സസ് കൈവശപ്പെടുത്തുന്നതിന് ജനങ്ങൾ പരസ്പരം മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. എവറി അനാലിസിസ് ഓഫ് കോൺഫ്ലിക്റ്റ് എൻഡ്സ് അപ്പ് വിത്ത് പ്രൊവൈഡിങ് സൊല്യൂഷൻസ് ടു റിസോൾവ് ദം. അപ്പൊ ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടാവും, കോപ്പറേഷൻ ഉണ്ടാവുന്നു, കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു, കോമ്പറ്റീഷൻ ഉണ്ടാവുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളെയും കോമ്പറ്റീഷനെയും എല്ലാം പരിഹരിക്കുന്നതിന് ചില സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. സൊല്യൂഷൻസ് ഉണ്ടാകാറുണ്ട്, ചില സൊല്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. While the diverse social and cultural processes help in achieving the objective of a harmonious society, the state and government have an important role to play. അപ്പോൾ ഈ സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നത് ആരൊക്കെ ആവാം? ചിലപ്പോൾ പഞ്ചായത്താവാം, ചിലപ്പോൾ കുടുംബമാവാം, ചിലപ്പോൾ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളാവാം, നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് ആവാം, കോടതിയാവാം. അല്ലാതെ തന്നെ while the diverse social and cultural process
help in achieving the objectives of a harmonious society, the state and government have an important role to play. അപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാംസ്കാരികവും സാമൂഹികവുമായ പ്രക്രിയകൾ ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ രാഷ്ട്രത്തിൻ്റെയും ഗവൺമെന്റിൻ്റെയും പ്രവർത്തനങ്ങളും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് സമൂഹത്തിലെ കോമ്പറ്റീഷനും കോൺഫ്ലിക്ട്സും ഒക്കെ റിസോൾവ് ചെയ്യുന്നതിന്. രാഷ്ട്രത്തിന്റെ പ്രത്യേകത എന്താണ്? സ്റ്റേറ്റ് ആസ് എ റിപ്പോസിറ്ററി ഓഫ് കളക്റ്റീവ് പവർ ഇൻ സൊസൈറ്റി ടേക്സ് സെവറൽ സ്റ്റെപ്സ് ടു ഫോസ്റ്റർ ദ പ്രോസസ് ഓഫ് ഇന്റഗ്രേഷൻ. രാഷ്ട്രം എന്ന് പറയുന്നത് കൂട്ടായ എല്ലാ അധികാരങ്ങളുടെയും ഒരു സെന്ററാണ്, കേന്ദ്രമാണ്. എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്ന അധികാര കുത്തകയാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ അധികാര കുത്തകയുള്ള രാഷ്ട്രം എന്ന് പറയുന്നത് മനുഷ്യരുടെ പരസ്പരം ചേർന്ന് നിൽക്കുന്നതിനെ ത്വരിതപ്പെടുത്തുന്ന പല പ്രക്രിയകളും രാഷ്ട്രം ഏറ്റെടുത്ത് നടപ്പാക്കാറുണ്ട്. ഇറ്റ് റെഗുലേറ്റ്സ് ദ എക്സ്പ്രഷൻ ഓഫ് ആന്റഗോണിസം. ആന്റഗോണിസം എന്ന് പറഞ്ഞാൽ പരസ്പരം എതിർപ്പ് എന്നുള്ളതാണ്, പരസ്പര വിരോധം. അപ്പൊ ഈ പരസ്പര വിരോധം പരിഹരിക്കുന്നതിന് രാഷ്ട്രം പലതരത്തിലുള്ള റെഗുലേഷൻസും നിയമങ്ങളും പ്രക്രിയകളും കൊണ്ടുവരാറുണ്ട്. ഓൾ ദീസ് റെഗുലേഷൻസ് ഹാവ് ദി സാങ്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് സോ ദാറ്റ് ദേ ആർ ഒബെയ്ഡ്. ഇപ്പൊ രാഷ്ട്രം ചില നിയമങ്ങൾ കൊണ്ടുവന്നാൽ ജനങ്ങൾ അനുസരിക്കണമെന്നാണ്. ജനങ്ങൾ അനുസരിക്കാൻ തയ്യാറാവാറില്ല. പലപ്പോഴും നിയന്ത്രണങ്ങളെ എതിർക്കാനുള്ളതാണ് എന്ന് പറയുന്ന രാഷ്ട്രീയ ചിന്തകന്മാർ പോലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ എതിർക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം രാഷ്ട്രത്തിന് എന്ത് വേണം? ഓൾ ദീസ് റെഗുലേഷൻസ് ഹാവ് ദ സാങ്ഷൻ. സാങ്ഷൻ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം അധികാരം നൽകൽ എന്നാണ്. സാങ്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് സോ ദേ ആർ ഒബെയ്ഡ്. ഇപ്പൊ രാഷ്ട്രം എല്ലാ നിയമങ്ങൾക്കും ജനങ്ങളെ അനുസരിപ്പിക്കുന്നതിനാവശ്യമായ അധികാരം നൽകിയിട്ടുണ്ട്. അപ്പൊ നിയമം അനുസരിച്ചിട്ടില്ല എങ്കിൽ രാഷ്ട്രം അതിന്റെ അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ ആ നിയമങ്ങളെ അനുസരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. The most important technique of achieving the objective of integration is the use of force. ഇപ്പൊ ജനങ്ങളെ അനുനയിപ്പിക്കാൻ വേണ്ടി പലതരത്തിലും നമ്മൾ ശ്രമിച്ചാലും ജനങ്ങൾ അനുനയത്തിന് തയ്യാറാകാതെ വരുമ്പോൾ ജനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിന്, അവരുടെ അഖണ്ഡത നിലനിർത്തുന്നതിന് വേണ്ടി, അവരെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി, സമൂഹമായി സമാധാനപരമായി നിലനിർത്തുന്നതിന് അധികാരം ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ അധികാരം ഉപയോഗിക്കുന്നതിന് രാഷ്ട്രം ഉപയോഗിക്കുന്നത് പോലീസിനെയും കോടതിയെയും ഒക്കെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. കൊയേഴ്സീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ് ഹാസ് ടു ബി യൂസ്ഡ് വിത്ത് ഗ്രേറ്റ് കോഷൻ. അപ്പൊ രാഷ്ട്രം അധികാരം ഉപയോഗിക്കുന്നത് ആർബിട്രറി ആയി തന്നിഷ്ടപ്രകാരം ഉപയോഗിക്കാൻ പാടുണ്ടോ? അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഈ കൊയേഴ്സീവ് പവർ, അടിച്ചമർത്താനുള്ള രാഷ്ട്രത്തിന്റെ അധികാരം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കേണ്ട ഒരു സംഗതിയാണ്. ആഫ്റ്റർ ആൾ, വെൽഫെയർ ഈസ് ദ എയിം ഓഫ് എവരി സ്റ്റേറ്റ്. രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ സമൂഹത്തിന്റെ ക്ഷേമം ആയിരിക്കണം. Coercion only in those cases where social harmony is like to be disturbed. അപ്പോ ബലപ്രയോഗം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും സമൂഹത്തിന്റെ ചേർന്ന് നിൽക്കൽ, സമൂഹത്തിന്റെ ഐക്യപ്പെടൽ, സാമൂഹ്യ ജീവിതം പ്രശ്നമാകുമ്പോൾ മാത്രമേ അധികാരപ്രയോഗം നടത്താൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ പദം പൊളിറ്റിക്കൽ സയൻസ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല. ദ പ്രോസസ് ഓഫ് കോൺഫ്ലിക്റ്റ് കോഓപ്പറേഷൻ. കോൺഫ്ലിക്റ്റ് ആൻഡ് കോഓപ്പറേഷൻ പരസ്പരം ചേർന്ന് നിൽക്കലും പരസ്പര സഹകരണവും ഭിന്നതയും സംബന്ധിച്ച പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുന്ന പ്രക്രിയയാണ്. പഠിക്കുന്നതല്ല, ആ പ്രോസസ്സിനെ സൂചിപ്പിക്കുന്ന പ്രക്രിയയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്സ് കടന്നു വരുമ്പോൾ ജനങ്ങൾ തമ്മിലുള്ള കോഓപ്പറേഷനും കോൺഫ്ലിക്ട്സും എന്ന് പറയുന്നത് മനുഷ്യന്റെ ജോയിന്റ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിൽ എവിടെ നോക്കിയാലും കോഓപ്പറേഷനും കോൺഫ്ലിക്ട്സും കാണും. അപ്പൊ ഈ കോഓപ്പറേഷനും കോൺഫ്ലിക്ട്സും നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിയന്ത്രിക്കുന്നതിന്
പൊതുവിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ്, അല്ലെങ്കിൽ പുതിയൊരു പ്രക്രിയയാണ് പവർ എന്ന് പറയുന്നത്. പവർ ഉപയോഗിക്കുന്നത് പലപ്പോഴും അതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നത് രാഷ്ട്രത്തിനെയാണ്. രാഷ്ട്ര നിയമങ്ങളിലൂടെ ഈ അധികാരം ഉപയോഗിക്കുന്നു. നിയമങ്ങൾക്ക് സാങ്ഷൻ അല്ലെങ്കിൽ അംഗീകാരം ആവശ്യമാണ്. ഈ അംഗീകാരം രാഷ്ട്രം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിനും സോഷ്യൽ ഹാർമണിക്കും വേണ്ടി രാഷ്ട്രത്തിന് അധികാരം ഉപയോഗിക്കാവുന്നതാണ് എന്നും പറയുന്നു. ഇനി മോഡേൺ സയൻസ് ആൻഡ് ടെക്നോളജി ഹാസ് ട്രാൻസ്ഫോംഡ് ദ നേച്ചർ ഓഫ് സോഷ്യൽ കൺസ്ട്രെയിൻസ്. അപ്പം മനുഷ്യന്റെ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ഫലമായി ഒത്തിരി സാങ്കേതികത വികസിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി സാമൂഹ്യ നിയന്ത്രണത്തിന്റെ സ്വഭാവം തന്നെ പലതരത്തിൽ മാറിയിട്ടുണ്ട്. ദി നമ്പർ ഓഫ് കളക്റ്റീവ് ഓർഗനൈസേഷൻ ദാറ്റ് എഫക്ട് ദ ഇൻഡിവിജ്വൽ ലൈഫ് ഹാസ് ഇൻക്രീസ്ഡ് എനോർമസ്ലി. അപ്പോൾ ഒത്തിരി സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ മനുഷ്യന്റെ ജീവിതത്തെ കാര്യമായി സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ എലോങ് വിത്ത് ദ ന്യൂ ഫെസിലിറ്റീസ്, along with the technological facilities and the advantages that provide, introduced an element of competition in the society. അപ്പോൾ ഈ ഇൻഡസ്ട്രിയലൈസേഷന്റെയും ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിന്റെയും ഭാഗമായി പുതിയ ഒരു തരം കോമ്പറ്റീഷനും കൂടി സമൂഹത്തിൽ ഉടലെടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത്. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് രാഷ്ട്രങ്ങൾ മാത്രമായല്ല, സമൂഹത്തിലെ വിവിധ ഗ്രൂപ്പുകൾ തമ്മിലും കോമ്പറ്റീഷൻ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, പൊളിറ്റിക്സിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഒന്നാമതായി എന്താണ്? കോഓപ്പറേഷൻ. രണ്ടാമതായി അത് കോൺഫ്ലിക്റ്റ് ഉണ്ട്. മൂന്നാമതായി അതിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം ദി പ്രോസസ് ഓഫ് പൊളിറ്റിക്സ് ഈസ് ദ പ്രോസസ് ഓഫ്, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഈസ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് കോഓപ്പറേഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് കോമ്പറ്റീഷൻ. അപ്പൊ എന്താണ് പൊളിറ്റിക്സും പൊളിറ്റിക്കൽ സയൻസും? ഒരു 5 മിനിറ്റും കൂടെ പറഞ്ഞു നിർത്തിയേക്കാം. ദ ആക്ച്വൽ പ്രോസസ് ഓഫ് കോഓപ്പറേഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് കോമ്പറ്റീഷൻ ഈസ് വാട്ട് ഈസ് മെന്റ് ബൈ ദ ടേം പൊളിറ്റിക്സ്. എന്താണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്? ആക്ച്വൽ പ്രോസസ് ഓഫ് കോഓപ്പറേഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് കോമ്പറ്റീഷൻ. പരസ്പര സഹകരണം, ആ പരസ്പര സഹകരണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഭിന്നതകൾ, പരസ്പര സഹകരണത്തിന്റെയും ഭിന്നതകളുടെയും ഫലമായി ഉണ്ടാകുന്ന മത്സരം, ഈ പ്രക്രിയകളെ സൂചിപ്പിക്കുന്ന പദമാണ് പൊളിറ്റിക്സ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അല്ല രാഷ്ട്രീയ പാർട്ടികളല്ല. ദ ആക്ച്വൽ പ്രോസസ് ഓഫ് കോഓപ്പറേഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് കോമ്പറ്റീഷൻ ഈസ് വാട്ട് ഈസ് മെന്റ് ബൈ ദ ടേം പൊളിറ്റിക്സ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? പൊളിറ്റിക്കൽ സയൻസ് റെഫേഴ്സ് ടു എ സിസ്റ്റമാറ്റിക് വേ ഓഫ് സ്റ്റഡിയിങ് ദ പ്രോസസ് ഓഫ് പൊളിറ്റിക്സ്. നമ്മളീ പറഞ്ഞ രാഷ്ട്രീയം എന്ന് പറഞ്ഞ പ്രക്രിയയെ ചിട്ടപ്പെടുത്തി സയൻസ് ആക്കി പഠിക്കുന്ന പ്രക്രിയയാണ്, അല്ലെങ്കിൽ സയൻസ് ആക്കി പഠിക്കുന്ന ശാസ്ത്രശാഖയെയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പ്രക്രിയയെ ചിട്ടയായി പഠിക്കുന്ന ശാസ്ത്രശാഖയെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പൊളിറ്റിക്കൽ എന്ന് പറയുന്ന പദം കവേഴ്സ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ഇറ്റ് സ്റ്റഡി. സയൻസ് റെഫേഴ്സ് ടു എ സിസ്റ്റമാറ്റിക് വേ ഓഫ് സ്റ്റഡിയിങ് ഇറ്റ്. പൊളിറ്റിക്കൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണോ പൊളിറ്റിക്സിനകത്ത് പഠിക്കേണ്ടത്, പൊളിറ്റിക്കൽ സയൻസിനകത്ത് പഠിക്കുന്ന സബ്ജക്ട് മാറ്റർ, എന്താണ് അതിനകത്തുള്ള വിഷയങ്ങൾ എന്നുള്ളതാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സയൻസ് എന്ന് പറഞ്ഞാലോ സിസ്റ്റമാറ്റിക് വേ ഓഫ് സ്റ്റഡിയിങ് ഇറ്റ്. ആ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ അടുക്കും ചിട്ടയോടും കൂടി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പൊളിറ്റിക്കൽ എന്ന് പറയുന്ന പദം, ദ ഫസ്റ്റ് പാർട്ട് സീക്സ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് സ്റ്റഡീഡ്, ആൻഡ് ദ സെക്കൻഡ് പാർട്ട് റെഫേഴ്സ് ടു ഹൗ ഈസ് ഇറ്റ് സ്റ്റഡീഡ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞ പദത്തിലെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് എന്താണോ നമ്മൾ പഠിക്കുന്നത് ആ കാര്യങ്ങളെക്കുറിച്ചും, സയൻസ് എന്ന് പറയുന്ന സംഗതി എങ്ങനെയാണോ നമ്മൾ പഠിക്കുന്നത് അതുമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത്
പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണോ പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നത്. സയൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ പഠിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞ പദത്തിലെ ഫസ്റ്റ് പാർട്ട് സീക്ക് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് സ്റ്റഡീഡ്. ആൻഡ് ദ സെക്കൻഡ് പാർട്ട്, അതായത് സയൻസ് എന്ന് പറയുന്ന പാർട്ട്, റെഫേഴ്സ് ടു ഹൗ ഈസ് ഇറ്റ് സ്റ്റഡീഡ്, എങ്ങനെയാണ് അത് പഠിക്കുന്നതെന്നാണ്. ദ ഫസ്റ്റ് പാർട്ട് റെഫേഴ്സ് ടു ദി സ്കോപ്പ് ഓഫ് സച്ച് എ സ്റ്റഡി ആൻഡ് ദ സെക്കൻഡ് റെഫേഴ്സ് ടു ദി മെത്തേഡ് ഓഫ് സ്റ്റഡി. ഇപ്പോൾ എന്തൊക്കെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്? പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഷയം അതിൻ്റെ വ്യാപ്തിയെ സൂചിപ്പിക്കുമ്പോൾ, അതിൻ്റെ രണ്ടാം ഭാഗമായ സയൻസ് എന്ന് പറയുന്നത് അതിൻ്റെ മെത്തേഡ്, ഏത് രീതിയിലാണ് നമ്മളത് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇനിയൊരു കാര്യം എന്ന് പറയുന്നത് ദീസ് ടു ആസ്പെക്ട്സ്, അതായത് വാട്ട് ആൻഡ് ഹൗ, എന്താണ് പൊളിറ്റിക്സ് എന്നുള്ളതും അതിനെ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതും തമ്മിൽ വേർപിരിക്കാൻ കഴിയാത്ത വണ്ണം ചേർന്ന് നിൽക്കുന്ന സംഗതിയാണ്. ദീസ് ടു ആസ്പെക്ട്സ്, ദാറ്റ് ഈസ് പൊളിറ്റിക്സ് ആൻഡ് സയൻസ്, അല്ലെങ്കിൽ സ്കോപ്പ് ആൻഡ് മെത്തേഡ്, കനോട്ട് ബി സെപ്പറേറ്റഡ്. വൈൽ സ്റ്റഡിയിങ് ദി പ്രോസസ് ഓഫ് പൊളിറ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ഐഡന്റിഫൈസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് എമംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. അപ്പോൾ നമ്മൾ പൊളിറ്റിക്സിനെ പഠിക്കും. പൊളിറ്റിക്കൽ സയൻസ് ചെയ്യുന്നത് എന്താണ്? അത് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ തിരിച്ചറിയുന്നു എന്തൊക്കെയാണ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് എമംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. സമൂഹത്തിലും വ്യക്തികളിലും അവരെ ചേർത്ത് നിർത്തുകയും അവരെ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കി അതിനെ ശാസ്ത്രീയമായി പഠിക്കുകയാണ് പൊളിറ്റിക്കൽ സയൻസ് ചെയ്യുന്നത്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കോപ്പറേഷനും കോൺഫ്ലിക്റ്റും എന്ന് പറഞ്ഞ പ്രോസസ്സിനെ തന്നെ സൂചിപ്പിക്കാനാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ പദം ഉപയോഗിക്കുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് കോപ്പറേഷനും കോൺഫ്ലിക്റ്റും സമൂഹത്തിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ ഉണ്ടാകാൻ കാരണമായ ഘടകങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. The nature of such conflicts differ from individual to individual and from group to group. ഓരോ വ്യക്തിയിൽ നിന്ന് ഓരോ സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ കോഓപ്പറേഷനും കോൺഫ്ലിക്റ്റിന്റെയും സ്വഭാവങ്ങളും ഘടകങ്ങളും വ്യത്യാസപ്പെട്ടു വരുന്നതായി നമുക്ക് കാണാം. പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് സ്റ്റഡി ദിസ് വേരിയേഷൻ ആൻഡ് അനലൈസ് ദ റീസൺസ് ദാറ്റ് റിസൾട്ട് ഇൻ ടു വേരിയേഷൻസ്. അപ്പോൾ ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊരു സമൂഹത്തിലേക്ക് പോകുമ്പോൾ, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പോകുമ്പോൾ അവരുടെ കോപ്പറേഷനും കോൺഫ്ലിക്റ്റിലും ഉണ്ടാകുന്ന സ്വഭാവ വ്യതിയാനങ്ങൾക്ക് ഉണ്ടാകുന്ന കാരണങ്ങളെ, ഈ വേരിയേഷൻസിനുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കുണ്ടാകുന്ന കാരണങ്ങളെ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ പഠിക്കുന്നു. അപ്പൊ ഈ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ദ പാറ്റേൺസ് ഓഫ് സച്ച് വേരിയേഷൻസ്, ഈ വ്യതിയാനങ്ങളെ ഫോംസ് ദ ബേസിസ് ഓഫ് ജനറൽ കൺക്ലൂഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളുടെ കാരണങ്ങൾ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ പഠിക്കുകയും ആ കാരണങ്ങൾ ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്താൻ, ഈ കാരണങ്ങളിലൂടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ പഠനത്തിന്റെ കൺക്ലൂഷനിലേക്ക് എത്താൻ, ഉപസംഹാരത്തിലേക്ക് എത്താൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊരു സമൂഹം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ കാരണങ്ങളെ ഉപസംഹരിച്ച് പഠിക്കുമ്പോൾ പലപ്പോഴും എന്തുണ്ടാവുന്നു? തിയറീസ് take shape that explain the cause and effect relationships. അങ്ങനെ അവിടെ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുന്നു. The variations that one find in politics in different situations and at different times are the basis of various theories in political science. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസിലെ വിവിധ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യൻ ഒരു തലത്തിൽ നിന്ന്, ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് നന്നായിട്ട് പഠിക്കും. അപ്പോൾ പഠിക്കുമ്പോൾ അവന് മനസ്സിലാവും, ഒരു
ഗ്രൂപ്പിലുള്ള കോൺഫ്ലിക്റ്റിന്റെയും കോപ്പറേഷന്റെയും കാരണമല്ല വേറൊരു ഗ്രൂപ്പിലെ കോൺഫ്ലിക്റ്റിന്റെയും കോപ്പറേഷന്റെയും അടിസ്ഥാനമായി വരുന്നത്. എങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്ക് എത്തിയപ്പോൾ ഈ ഒരു വ്യത്യാസം ഉണ്ടായി എന്നുള്ളത് പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ കാര്യമായി അനലൈസ് ചെയ്യുകയും അതിനെ സിദ്ധാന്തവൽക്കരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, പൊളിറ്റിക്കൽ സയൻസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഡീലിംഗ് വിത്ത് കൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് കൺസേണിംഗ് ദ പ്രോസസ് ഓഫ് പൊളിറ്റിക്സ്. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്, അറിവിന്റെ ചിട്ടപ്പെടുത്തിയ രൂപമാണ്. എന്തിനെക്കുറിച്ചുള്ള അറിവിന്റെ ചിട്ടപ്പെടുത്തിയ രൂപം? ഡീലിംഗ് വിത്ത് കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് കൺസേണിംഗ് പ്രോസസ് ഓഫ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എന്ന് പറയുന്ന പ്രക്രിയയുടെ സിദ്ധാന്തങ്ങളെയും സങ്കല്പങ്ങളെയും ചിട്ടപ്പെടുത്തി പഠിക്കുന്ന അറിവിന്റെ ശാഖയെയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്ന പ്രക്രിയയുടെ സിദ്ധാന്തങ്ങളെയും സങ്കല്പങ്ങളെയും ചിട്ടപ്പെടുത്തി പഠിക്കുന്ന അറിവിന്റെ ശാഖയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് എന്നാലെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈസ് ദ പ്രോസസ്. പൊളിറ്റിക്സ്, ദ വേർഡ് പൊളിറ്റിക്സ് മെൻഷൻഡ് ടു ഡിഫൈൻ ദ പ്രോസസ് ഓഫ് കോപ്പറേഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് കോമ്പറ്റീഷൻ. അപ്പൊ ഈ പ്രോസസ്സിനെ, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ, അപ്പൊ ഒരിക്കൽ കൂടെ പറയാം, പൊളിറ്റിക്കൽ സയൻസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഡീലിംഗ് വിത്ത് കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് കൺസേണിംഗ് ദി പ്രോസസ് ഓഫ് പൊളിറ്റിക്സ്. രാഷ്ട്രീയം എന്ന് പറയുന്ന, പൊളിറ്റിക്സ് എന്ന് പറയുന്ന പ്രക്രിയയുടെ സിദ്ധാന്തങ്ങളെയും സങ്കല്പങ്ങളെയും ചിട്ടപ്പെടുത്തി പഠിക്കുന്ന അറിവിന്റെ ശാഖയെയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്